ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ മറ്റൊരു സർവേ കൂടി പുറത്തു വന്നിരിക്കുന്നു. 140 അംഗ കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾ നേടാൻ സാധ്യതയുള്ള സീറ്റുകൾ. ആദ്യം നോക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടും. അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ UDFും 7 സീറ്റുകൾ വരെ LDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് LDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ UDFും 8 സീറ്റുകൾ വരെ LDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 16 സീറ്റുകളിൽ 14 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 6 സീറ്റുകൾ വരെ LDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 6 സീറ്റുകൾ വരെ LDFും 1 സീറ്റ് NDAയുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടും. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 3 സീറ്റുകൾ വരെ LDFും നേടും. അടുത്തതായി നോക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFും നേടും. അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ UDFും 7 സീറ്റുകൾ വരെ LDFുമാണ് നേടുക. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ 78 സീറ്റുകൾ വരെ UDFും 61 സീറ്റുകൾ വരെ LDFും 1 സീറ്റ് NDAയുമാണ് നേടുക. വോട്ട് ഷെയർ നോക്കിയാൽ UDF 42%, LDF 39%, NDA 14%, മറ്റുള്ളവർ 5% വോട്ടുകളാണ് നേടുക.